കേരള സ്റ്റോറി 2. ഈ പേര് എന്തിനാണ് ഇവന്മാർ ഇട്ടത്? എനിക്കറിയത്തില്ല എന്തിനാണ് ഇവന്മാർ ഈ പേരിട്ടതെന്ന്. നമ്മളെ കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയുള്ള ഓരോ പോക്കൃത്തരവും ഭയങ്കര മോശമാണ്. ഇമാതിരി പരിപാടിയൊന്നും കാണിക്കരുത്. അടിപൊളി. ഇത് നോക്കി സെറ്റപ്പ് ആണത്. മാർക്കറ്റിലെ പോലീസ് ഔട്ട് പോസ്റ്റ് ആണ് ഈ കാണുന്നത്. എനിക്കറിയത്തില്ല എന്ത് പല പരിപാടിയാണ് ഇതൊക്കെ. വീടുകൾക്കൊന്നും കഥകൊന്നുമില്ല, എല്ലാം ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഫിഷ് ആണോ ചിക്കൻ ആയിരുന്നു? ഞാൻ ആദ്യം ചിക്കൻ പറഞ്ഞു, പിന്നെ ഫിഷ് പറഞ്ഞായിരുന്നു. അവര് ബസ് കാത്തിരിക്കുകയാണ്. അടിപൊളി. ഫിജിയിൽ വരുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇവിടെ വന്നിട്ട് Airbnb എടുക്കരുത്. ഇന്നലെ എനിക്ക് ആ പട്ടിയും പിന്നെ തവളയോ കിട്ടിയ Airbnb ഞാൻ പഠിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് Airbnb എടുത്ത് എല്ലാം ഓക്കെയാണ്. പക്ഷേ ആ കഥ കടക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഈ റൂം ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ പോയപ്പം എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് ഇട്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയത്. ഇപ്പോൾ രാവിലെ ഞാൻ സിറ്റി കാണാൻ വേണ്ടി പോകേണ്ടതാണ്. എനിക്കിത് ലോക്ക് ചെയ്തിട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കുകയില്ല. അത് ലോക്ക് ആവുന്നില്ല. അതിൻ്റെ ഓണർക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു രാധിക എന്ന് പറഞ്ഞ ഒരാളാണ് ഓർഡർ, ഇന്ത്യയാണെന്ന് തോന്നുന്നു. അവരാണ് റെസ്പോണ്ടും ചെയ്യുന്നില്ല. ഇന്നലെ ബുക്ക് ചെയ്യാൻ നേരം ഭയങ്കര ആക്രാന്തമായിരുന്നു അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. റെസ്പോണ്ടും ചെയ്യുന്നില്ല. അതായത് ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ ലോക്ക് ചെയ്യാതെ ഞാനത് ജസ്റ്റ് അടച്ചിട്ടിട്ടാണ് രാത്രി കിടന്നുറങ്ങിയത്. ഇറ്റ്സ് നോട്ട് സേഫ് അറ്റ് ഓൾ. എനിക്കറിയില്ല, ഇനി Airbnb കംപ്ലയിൻ്റ് ആണ്, അല്ലാതെ എന്ത് ചെയ്യാനാ. എന്തായാലും ഇവിടെ ഹോട്ടൽ എടുക്കുക, Airbnb എടുക്കരുത്, പണി വാളും. എനിക്ക് 2 Airbnb എടുത്തിട്ട് അനുഭവം ഇങ്ങനെയായിരുന്നു. എന്തെങ്കിലാണ്. സോ ലെറ്റ്സ് ഗോ ടു സുവ എന്ന് പറയുന്നവരുടെ തലസ്ഥാന നഗരം കാണാൻ പോകാം. ഞാൻ താമസിച്ച സ്ഥലം എന്ന് പറയുന്നത് സിറ്റിയിൽ തന്നെ ഈ കാണുന്ന ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീ ഫേസിങ് ഏരിയയിലൊക്കെയാണ് താമസിച്ചത്. ഇന്നലെ അവിടുത്തെ വൈഫൈയുടെ സ്പീഡ് എന്ന് പറയുന്നത് അതിലും സ്പീഡിൽ ഒച്ച എഴഞ്ഞു പോകും, അത്ര സ്പീഡായിരുന്നു. നാണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും സുവ ഭയങ്കര വലിയ ഒരു സിറ്റിയാണ്. ഭയങ്കര ഒരു സിറ്റിയാണെന്ന് തന്നെ പറയാം, കാരണം ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ സിറ്റിയുടെ ആ ഒരു എംബസീസ് ഒക്കെ ഉള്ള ആ ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. സുവ നഗരം വെൽ കണക്റ്റഡ് ആണ് ഇതുപോലെയുള്ള ബസ് സർവീസുകൾ വെച്ചിട്ട്. എന്തായാലും എനിക്ക് ഇവിടുത്തെ ബസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ഒരു ഡിഫറെന്റ് ടൈപ്പ് ബസ്സാണ്. ഈ കാണുന്ന സീ ഫേസിങ് വീടുകളൊക്കെ റെന്റിനാണെന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. അടിപൊളി, നല്ല റെന്റും ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് ഇവർക്ക് ഇതുപോലൊരു കടൽ ഭിത്തി പോലൊരു സംഭവം പണിതിട്ട് ഇവിടെ ഇങ്ങനെ കരയൊക്കെ കെട്ടി സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ മുമ്പിൽ തന്നെ ഒരു ചൈനീസ് എംബസി ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഗാർഡൻ കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രസിഡന്റിന്റെ പാലസ്. അതായത് പ്രസിഡന്റിന്റെ കൊട്ടാരവും വീടും ഓഫീസും എല്ലാം ഇവിടെയാണ്, ഈ കാണുന്ന ഇതിന്റെ ഉള്ളിലാണ്. നല്ലൊരു അടിപൊളി വാക്ക് വേ ആണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമുക്ക് ഇങ്ങനെ ആ ഒരു ഐലൻഡിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ടാക്സിക്കാരൻ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ എവിടെയാണത്? ഇത് പാർക്ക് ചെയ്യാവുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പ്രസിഡന്റിന്റെ വീടിന്റെ മുൻഭാഗമാണിത് ഈ കാണുന്നത്. ഇവിടുത്തെ ചില ഓഷ്യാനിയ രാജ്യങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രസിഡന്റിനെയും അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. അതായത് അവരിങ്ങനെ ചുമ്മാ അതിലൂടെയൊക്കെ നടക്കുന്നുണ്ടാവും, കാരണം പല രാജ്യങ്ങളും ചെറുതാണല്ലോ. പക്ഷേ ഫിജി വലിയ രാജ്യമാണ്, നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ സ്റ്റേറ്റ് ഹൗസ് എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ വീട്. അതിൻ്റെ മുമ്പിൽ ഒരു പട്ടാളക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തോക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നടക്കുന്നത് കാണാം. ഒരു പ്രത്യേക രീതിയിലാണ് പുള്ളി, അയ്യോ തോക്കെടുക്കുന്നത് എന്നെ ചൂണ്ടാനാണോ? അല്ല, ഒരു പ്രത്യേക രീതിയിലാണ് പുള്ളി ആ ഒരു സംഭവം അവിടെ നടക്കുന്നത്. ശരിക്കും ബക്കിംഗ്ഹാം പാലസിന് മുമ്പിൽ പട്ടാളക്കാർ നിന്ന് അവരുടെ ഡ്യൂട്ടി മാറുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു പ്രോസസ്സ് ഉണ്ട് എന്നിങ്ങനെ ഞാൻ കേട്ടായിരുന്നു. അത് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ മുകളിലൊരു വെളുത്ത നിറത്തിലുള്ളൊരു കെട്ടിടം കണ്ടില്ലേ, അതാണ് ശരിക്കും പ്രസിഡന്റിൻ്റെ വീട്. എന്താല്ലേ, ഒരൊറ്റ പട്ടാളക്കാരനാണ് ഇവിടെ പ്രസിഡന്റിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ മുമ്പിലൊന്നും ഒരു ബാരിക്കേഡോ പോലീസോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല ഗൈസ്. ലൈക്ക് ദേ ഡോണ്ട് കെയർ. അതാണ് സംഭവം, മനസ്സിലായില്ലേ? അയ്യോ, നമ്മുടെയൊക്കെ നാട്ടിൽ എങ്ങനെയല്ലേ നമുക്ക്. പക്ഷേ പറഞ്ഞാൽ സുരക്ഷയാണല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ മുമ്പിൽ തന്നെ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ലാൻഡിങ് ഏരിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്റർ കൊണ്ടിറക്കാൻ വേണ്ടിയുള്ള സ്ഥലമായിരിക്കും. എനിക്ക് ഇവരുടെ ബസ് രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. കിടിലം വണ്ടികളല്ലേ. ശരിക്കും നമ്മുടെ നാട്ടിലെ പഴയ വണ്ടികൾ ഇതേപോലത്തെ ബസ്സുകളൊക്കെ അല്ലായിരുന്നോ? ഞാൻ എന്തായാലും ഇവിടെ പ്രസിഡന്റിന്റെ വീടിന്റെ മുമ്പിൽ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തൊന്ന് നടക്കാൻ തീരുമാനിച്ച്. നാന്ദിയിൽ നമുക്ക് ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ സുവ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും. COVID-19 പാൻഡമിക്കിൻ്റെ സമയത്ത് ഫിജിയിലെ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിച്ച എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സ്തൂപം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവരുടെ ഫ്ലാഗാണ്. ഇത് ഫിജിയുടെ ഫ്ലാഗാണിത്. ആ ഫിജിയുടെ ഫ്ലാഗ് വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്തൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ. ഈ പ്രസിഡന്റിന്റെ വീടിനോട് ചേർന്ന് ഇവിടെ തേഴ്സ്റ്റൺ ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പണ്ട് കാലത്തെ ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ ആണ്. അത് 1912-13 കാലഘട്ടത്തിൽ ഓപ്പൺ ചെയ്ത ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ ആണിത്. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെയാണ്. അപ്പോൾ അത് മോസ്റ്റ് കൺവീനിയൻറ്റ്, അഫോർഡബിൾ ആൻഡ് ഫേമസ് ലൊക്കേഷൻ വിത്ത് ഐഡിയൽ പാർക്കിംഗ് സ്പേസ് ഇൻ ദ ഹാർട്ട് ഓഫ് സിറ്റി
വെഡ്ഡിങ്, ബർത്ത്ഡേ, അപ്രൂവ്ഡ് സ്മോൾ ഫങ്ഷൻസ് ഒക്കെ നടത്താം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സെറ്റപ്പ്. അത് കൊള്ളാം അല്ലേ? അതായത് നമ്മുടെ കനകക്കുന്ന് പാലസില്ലേ തിരുവനന്തപുരത്ത്, അതുപോലത്തെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അതിന്റെ തൊട്ട് മുമ്പിൽ ആ കാണുന്നതാണ് ഇവരുടെ പാർലമെന്റ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ആൽബർട്ട് പാർക്ക് എന്ന് പറയുന്ന ഇവിടുത്തെ ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലത്താണ്. ഇതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ പ്രസിഡന്റിന്റെ കൊട്ടാരം ഉള്ളത്, അത് സ്റ്റേറ്റ് ഹൗസ് ഉള്ളത്. ഈ ആൽബർട്ട് പാർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇതൊരു ഗ്രൗണ്ട് ആയിരുന്നു, ഒരു ക്രിക്കറ്റ് പവലിയൻ ആയിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതൊരു ക്രിക്കറ്റ് പവലിയൻ കൂടിയായിരുന്നു. ഇത് സുവ വില്ലേജിൽ നിന്നും ഒരു റിക്രിയേഷണൽ പർപ്പസിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ സമയത്ത് ചെയ്തെടുത്ത ഒരു പാർക്കാണ്. ഇതിന് ആൽബർട്ട് പാർക്ക് എന്ന് പേര് കൊടുക്കാൻ കാരണം പ്രിൻസ് ആൽബർട്ട്, അതായത് ആൽബർട്ട് രാജകുമാരന്റെ പേരാണ് സത്യം പറഞ്ഞാൽ ഇവർ ഇതിന് കൊടുത്തു തന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് 1874 കാലഘട്ടം മുതൽ 1920 ആ ഒരു കാലഘട്ടം വരെ ഇതൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയിരുന്നു. 1928 ഒരു ഹിസ്റ്റോറിക് മൊമെന്റ് ഇവിടെ ഉണ്ടായി. അതായത് സദേൺ ക്രോസ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു എയർക്രാഫ്റ്റ് അവർ ഒരു ട്രാൻസ് പസഫിക് ജേർണി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു ട്രാൻസ് പസഫിക് ജേർണി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഒരു ലാൻഡിങ് നടത്തി. അതായത് ഫിജിയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ വിമാന ലാൻഡിംഗ് ആണ് അതെന്നാണ് പറയുന്നത് 1928. അപ്പോൾ അങ്ങനെ ഒരു വിമാനം ഇവിടെ ഈ 1928 ഈ ഒരു ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവരുടെ ഒരു ചരിത്രം പറയുന്നത്. പിന്നെ ഫിജിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് 1970 ഒക്ടോബർ 9 ഇവിടെ നടന്ന ബീറ്റിംഗ് സെറിമണിയിൽ ആ ഒരു യൂണിയൻ ഫ്ലാഗ് അവസാനമായിട്ട് താഴ്ത്തുകയും അടുത്ത ദിവസം രാവിലെ ഫിജിയുടെ പുതിയ ഫ്ലാഗ്, ഇവരുടെ പുതിയ ഫ്ലാഗ്, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പുതിയ ഫ്ലാഗ് ഇവിടെ ഉയർന്നു പൊങ്ങുകയും ചെയ്തു. അതും ആൽബർട്ട് പാർക്കിൻ്റെ ഒരു ചരിത്രമാണ്. ഇവരുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും, എന്ത് സംഭവങ്ങളും, സ്പോർട്സ് ആക്ടിവിറ്റീസും റിക്രിയേഷണൽ ആക്ടിവിറ്റീസും ഇവിടെ ആൽബർട്ട് പാർക്കിൽ വെച്ചായിരിക്കും നടക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഗ്രാൻഡ് പസഫിക് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. ഇത് ശരിക്കും 1914 അന്നത്തെ യൂണിയൻ സ്റ്റീംഷിപ്പ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഉണ്ടായിരുന്ന ഹാർബർ ലാൻഡ് റീക്ലെയിം ചെയ്തിട്ട് ഒരു 35 റൂമുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് ആരംഭിച്ച ഒരു സംരംഭമാണ് ഈ കാണുന്നത്. അന്ന് അതിന് ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്നാണ് അതിൻ്റെ പേര്. അത് സുവേല ഏറ്റവും പഴക്കം ചെന്ന ഒരു ഹോട്ടലാണ്. ഇതിനൊട്ടേറെ ചരിത്രം പറയാനുണ്ട്. ഞാൻ ഇതിൻ്റെ റൂം റേറ്റ് ഒക്കെ ഇന്നലെ നോക്കിയതാണ്. 50,000 രൂപയാണ് കാണിച്ചത്. അതുകൊണ്ട് ഞാൻ റൂം എടുത്തില്ല. 50,000 രൂപയ്ക്ക് താമസിക്കേണ്ട ഇത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൂം എടുത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതിൽ അത്ര റേറ്റ് ഇല്ലാതെ ഇവിടെ റൂമൊക്കെ കിട്ടുമായിരിക്കും. ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചരിത്രം നിറഞ്ഞ ഹോട്ടലിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റേ ഹിയർ. ഇവിടുത്തെ ഒരു മെയിൻ ചരിത്രം എന്ന് പറയുന്നത് 1970 ആ ഒരു ഫിജിയുടെ ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നതിൻ്റെ ആ ചടങ്ങിനോടനുബന്ധിച്ച് അന്നത്തെ ക്വീൻ എലിസബത്ത് II, പിന്നെ പ്രിൻസ് ഫിലിപ്പ്, പ്രിൻസ് ചാൾസ് അവരൊക്കെ ഈ ഒരു ഹോട്ടലിൽ വെച്ച് നടന്ന ഡിന്നറിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഏതോ ഒരു മുതിർന്ന ആള് പോകുന്നു, പോലീസ് പെട്രോള് ഈ വണ്ടിക്കകത്താന്ന് തോന്നുന്നു. എസ്കോട്ട് ഇതാണ് എസ്കോട്ട്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ പ്രസിഡന്റ് ആയിരിക്കും. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോവാ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഗ്രാൻഡ് പസഫിക് ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ഗ്രൂപ്പാണ്. അതായത് ഹോളിഡേ ഇന്നും ക്രൗൺ പ്ലാസയൊക്കെ മാനേജ് ചെയ്യുന്ന അതേ ഇന്റർ കോണ്ടിനെന്റൽ ഗ്രൂപ്പാണ് ഈ ഗ്രാൻഡ് പസഫിക് ഹോട്ടൽ ഇവിടെ അവർ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു ഹോളിഡേ ഇൻ ഹോട്ടലും ഉണ്ട്. ഞാൻ ഇന്നത്തെ റേറ്റ് നോക്കിയപ്പോൾ 30,000 രൂപയാണ് കാണിക്കുന്നത്. അടുത്ത ആഴ്ചത്തെ റേറ്റ് നോക്കിയപ്പോഴും 30,000 രൂപയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിലായിരിക്കും ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ റേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ റൂം ഉണ്ടല്ലോ, വിക്ടോറിയ സ്വീറ്റ്, ക്വീൻ എലിസബത്ത് സ്വീറ്റ്, പിന്നെ കിങ്, ഓരോ രാജാക്കന്മാരുടെയും രാജാവിൻ്റെയും അവരുടെ രാജകുടുംബത്തിലെ ആൾക്കാരുടെ ഒക്കെ പേര് കൊടുത്തിട്ടാണ് അതിനകത്ത് ഓരോ സ്വീറ്റ് റൂംസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിനൊക്കെ 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ. ഞാൻ വെറുതെ ഇപ്പം IHG ആപ്പിനകത്ത് ഇവരുടെ റേറ്റ് നോക്കുമായിരുന്നു. ഭയങ്കര റേറ്റാ. ഹെറിറ്റേജ് അല്ലേ, ഹെറിറ്റേജ്. ഇവിടെ മൊത്തത്തിൽ ഇവിടുത്തെ സെറ്റപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ്, അതിന് മുമ്പിലുള്ള ആൽബർട്ട് പാർക്ക്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രസിഡന്റിന്റെ വീട്, ഓഫീസ്, പിന്നെ ഇത് ഗ്രാൻഡ് പസഫിക് ഹോട്ടൽ, ഹോളിഡേ ഇൻ ഹോട്ടൽ. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ആ ഹോട്ടൽ കൊള്ളാട്ടോ. നമ്മുടെ എവിടെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഈ താജിൻ്റെ ഒക്കെ വലിയ വലിയ ഹെറിറ്റേജ് ഹോട്ടലിലൊക്കെ പോകത്തില്ലേ, അതേപോലെ തന്നെ. അല്ലെങ്കിൽ മുംബൈയിലൊക്കെ നമ്മൾ പോകത്തില്ലേ, മുംബൈയിലൊക്കെ ചില ഹോട്ടലുകളിൽ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള ഒരു സെറ്റപ്പ്. അതിൻ്റെ മുമ്പിൽ ഇവരുടെ മറ്റേ ആ ട്രഡീഷണൽ വസ്ത്രം ധരിച്ച രീതിയിലാണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത്. ഞാൻ സാധാരണ മ്യൂസിയങ്ങൾ അങ്ങനെ പോയി കാണാത്തതാണ്, പക്ഷേ ഇവരുടെ മ്യൂസിയം എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അതൊരു സംഭവമാണ്. കാരണം ഫിജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇന്ത്യൻ ഒറിജിൻ ഹിസ്റ്ററിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ആ പ്രസിഡൻറ്റിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലുള്ള ആ ഉദ്യാനത്തിന് നടുവിലുള്ള ഒരു മ്യൂസിയത്തിലേക്ക് വന്നു. എവിടേക്ക് എന്തൊക്കെയോ ഒരു ജാമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ ജാമൊന്നും ഇല്ല, നഷ്ടപ്പെട്ടെന്നല്ല, ജാമില്ല. $10 ഇതിനകത്ത് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടത്. $10 അല്ല,
ലോക്കൽസിന് നമുക്ക് $20 ഉണ്ട് കേട്ടോ, ഫോറിനേഴ്സിന് $20 ഉണ്ട്. ഞാൻ ടിക്കറ്റ് എടുക്കാൻ പൈസ കൊടുത്തപ്പോൾ അവരെന്നോട് ചോദിച്ചു ഞാൻ ഇവിടെ ജീവിക്കുന്ന ആളാണോ എന്ന്. കാരണം എന്നെ കണ്ട ഇന്ത്യക്കാരനെ പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ടൂറിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ലോക്കലായിട്ടുള്ള ഇൻഡിജിനസ് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളാണ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഈ ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഫിജിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ടൂൾസും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളും. ഒരു പഴയ ട്രഡീഷണൽ കാറ്റമറൻ ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ ശരിക്കും തടി കൊണ്ട് റോ ആയിട്ട് കൈ കൊണ്ട് ചെത്തിയെടുത്ത് അതിൻ്റെ മേളിൽ പായ്ക്കപ്പൽ പോലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പണ്ട് കടലിലൂടെ നടന്നുകൊണ്ടിരുന്നത്. ഇതാണ് ഇതിനകത്താകെ കൊള്ളാവുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ളത് പലതും തട്ടിക്കൂട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന പക്ഷി 10 നോട്ട് വേഗതയിൽ നല്ല കാറ്റത്ത് കടലിലൂടെ പോകാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ ഇവർ ഈ പായ്ക്കപ്പലും ബാക്കിയുള്ള ഓരോരോ സംഭവങ്ങളും കാറ്റമറിനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ടൂൾസാണ്. പണ്ട് കാലത്തെ ഇവർ കുക്കിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലതരത്തിലുള്ള സാധനങ്ങൾ. തിമിംഗലത്തിൻ്റെ കൊമ്പ് വെച്ചുണ്ടാക്കിയ, അതായത് തിമിംഗലത്തിൻ്റെ ആ ഒരു ഐവറി വെച്ചുണ്ടാക്കിയ ഒരു നെക്ലസ്. കൊള്ളാം അല്ലേ? ഇത് 1931 അക്വയർ ചെയ്താണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവരുടെ സമീപത്തുള്ള കടലിൽ നിന്നും എടുത്ത കുറേ കോറൽസും അതുപോലെയുള്ള ഷെല്ലുകളും ഡെഡ് കോറൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സമുദ്രത്തിൽ നിന്ന് കളക്ട് ചെയ്ത പ്ലാസ്റ്റിക്, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ്. ഇതാണ് ഗിർമിറ്റ് എഗ്രിമെൻ്റ്, സ്റ്റോറി ഓഫ് ദ ഫിജി ഇന്ത്യൻ എക്സ്പീരിയൻസ്. 1879 മുതൽ 1916 വരെ 42 ഷിപ്പുകൾ 87 വോയേജസ് നടത്തി 60,965 പാസഞ്ചേഴ്സിനെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്നു. വരുന്ന വഴിക്ക് ജനിച്ചവരുണ്ട്, വരുന്ന വഴിക്ക് മരിച്ചവരുണ്ട്. അതിൽ 45,439 ആൾക്കാർ കപ്പലിൽ ബോർഡ് ചെയ്തു കൽക്കട്ടയിൽ നിന്നും. 15,000 ആൾക്കാർ ചെന്നൈയിൽ നിന്നും ബോർഡ് ചെയ്തു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകളുടെ കണക്കും വിവരങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ ദിവസവും വന്ന കപ്പലുകൾ എവിടെ നിന്നൊക്കെയാണ് വന്നത്, ഏതൊക്കെ നാട്ടിൽ നിന്നാണ് വന്നത് എന്നൊക്കെയുള്ള ഓരോ കണക്കുകൾ ശരിക്കും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ 1833 ഈ സ്ലേവറി, അതായത് ബ്രിട്ടീഷ് ടെറിട്ടറികളിൽ സ്ലേവറി, അടിമത്തം നിരോധിച്ചത്. അപ്പോൾ അടിമത്തം നിരോധിച്ചപ്പോഴത്തേക്കിനും പണിയെടുക്കാൻ ആൾക്കാരെ വേണമല്ലോ. അന്നേരം ഇൻഡെഞ്ചേർഡ് ലേബേഴ്സ് എന്നുള്ള രീതിയിൽ ഈ സംഭവങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുപോയത് ഇന്ത്യയിൽ നിന്ന് മൗറീഷ്യസിലേക്കാണ്. പിന്നെ സൗത്ത് അമേരിക്കയിലെ ഗയാനയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഫിജിയിലേക്ക് വന്നു. അങ്ങനെയുള്ള ആ ഒരു ചരിത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ സാരിയും പിന്നെ ഇന്ത്യൻ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, പഴയ പട്ട് സാരികൾ, ആഭരണങ്ങൾ, നമ്മുടെ കോയിൻസ്, പിന്നെ പണ്ടത്തെ ആൾക്കാർ കൊണ്ടുവന്നതും ഉപയോഗിച്ചിരുന്നതുമായിട്ടുള്ള നമ്മളുടെ ആഭരണങ്ങൾ, ഇതൊക്കെ അങ്ങനെ ഫിജിയുടെ ചരിത്രത്തിലും ഭാഗമായി. ദൂത് കി ഡബ്ബെ, പാലിൻ്റെ ഡബ്ബ, നമ്മുടെ വാദ്യോപകരണങ്ങൾ വരെ ഇവിടെയായി. തമ്പുരു, പിന്നെ ഹാർമോണിയം എല്ലാം ഉണ്ട്. ലണ്ടനിൽ നിന്നും കൊണ്ടുവന്ന ഒരു പ്രിൻറ്റിങ് പ്രസ്സാണ് ഈ കാണുന്നത്, ഉണ്ടല്ലേ, പ്രിൻറ്റിങ് മെഷീൻ. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ ഈ ചെറിയൊരു രാജ്യം, അതായത് ബ്രിട്ടൻ എന്ന് പറയുന്ന സ്ഥലത്തെ, ആ ചെറിയ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞു സ്ഥലത്തെ ഈ ആൾക്കാർ ഈ ലോകം മുഴുവൻ അവരുടെ കോളനി ആക്കി വെച്ചു. എന്നിട്ട് എന്തൊക്കെ പരിപാടികളാണ് ചെയ്തതല്ലേ. പക്ഷെ അതിൻ്റെയൊക്കെ ചരിത്രം അങ്ങോട്ട് പറയുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാണല്ലോ, ദേഷ്യവും സങ്കടവും അമർഷവും എല്ലാം കൂടെ വരും. എന്നിട്ട് ആ ബ്രിട്ടനിലാണ് ഇപ്പം നമ്മളും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും കൂടെ പോയി നിൽക്കുന്നതും കുടിയേറി പാർക്കുന്നതും അവിടുത്തേരാവുന്നതും ബ്രിട്ടീഷുകാരാവാൻ ശ്രമിക്കുന്നത്. എന്താല്ലേ ഐഡി. ഈ ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് ഈ കാണുന്നത്, ശംഖുമുദ്ര. അങ്ങനെ പലതരത്തിലുള്ള മുദ്രയുണ്ട്. അതാണ് ഈ കാണുന്നത്, ഈ ഇരിക്കുന്നതിലെ. പിന്നെ നമ്മൾ ഈ പൂജയ്ക്കും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ, വിഗ്രഹങ്ങൾ, അതൊക്കെ എനിക്ക് തോന്നി പണ്ട് കാലത്ത് ആളുകൾ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നായിരിക്കണം. വർത്ത് വിസിറ്റ്. പുറത്തിറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു സുവനീർ ഷോപ്പൊക്കെ ഉണ്ട്, പിന്നെ ഒരു കോഫി ഷോപ്പുണ്ട്. നിങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ആ കാണുന്ന മഞ്ഞ ബിൽഡിംഗ് കണ്ടോ, അതിനകത്താണ് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ, LIC എന്നൊക്കെ പറഞ്ഞ ബോർഡ് കണ്ടില്ലേ. ഇന്ത്യൻ എംബസി ഇരിക്കുന്ന ആ ബോർഡ് കണ്ടോ, മേളിൽ ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടോ. എന്താല്ലേ, ഞാൻ ഇവരുടെ മുനിസിപ്പൽ ഓഫീസിന്റെ അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തേ. പുതിയ വണ്ടികൾ കണ്ടോ, പുതിയ ബസ് കണ്ടോ, ഇതാണ് ഇവരുടെ പുതിയ ബസ്. എല്ലാം ചൈനീസ് വണ്ടികളാണ് കൂടുതലും. ഇവിടെ ഒരു സംഭവം കണ്ടോ, ഇതെന്താണെന്നറിയോ, സീ ഫുഡ് സ്റ്റേക്ക് ഹൗസ്. അതായത് ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത്. ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. കൊള്ളാം അല്ലേ? അത് തുറന്നിട്ടില്ല, എനിക്കൊന്ന് വൈകിട്ടാകുമ്പോഴേ തുറക്കമുള്ളായിരിക്കും. അത് ലിറ്ററലി അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിങ്ങനെ പല തരത്തിലുള്ള വലിയ വലിയ വടങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടി ഒരു പാലമൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇവിടുന്ന് മൂവ് ചെയ്യൊന്നുമില്ല, പക്ഷെ അത് ആടുന്നുണ്ട്. ദൂരെയായിട്ട് നമുക്ക് സുവ ഇവരുടെ പോർട്ട് കാണാൻ സാധിക്കും. സുവയിലെ ഇവരുടെ
പോർട്ട്. കാരണം ഇതൊരു ഐലൻഡ് രാഷ്ട്രമാണല്ലോ. ഇവിടെ എന്ത് വേണമെന്നുണ്ടെങ്കിലും എല്ലാം പുറത്തൊന്നും പറഞ്ഞമല്ലോ. ഇതുപോലെയുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് പല സ്ഥലത്ത് കാണാം. ഇത് മെർക്കുറി ഹൗസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് കുഡ് ബി എ ഗവൺമെന്റ് ബിൽഡിംഗ്. പഴയ കെട്ടിടങ്ങൾ പലതും ഗവൺമെന്റ് ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഉണ്ട് ഇന്ത്യൻ ഫുഡുകൾ, ഇന്ത്യാന കറി ഹൗസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മതിയാക്കി ഇവിടുത്തെ ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട് ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനമാണ് ഗൈസ്. ഒരു ഇന്ത്യൻ ഫുഡ് എന്നൊക്കെ പേരേ ഉള്ളൂ. നമ്മുടെ പല ഇൻഗ്രീഡിയൻസും അതിനകത്ത് ആഡഡ് അല്ല, പിന്നെ അങ്ങനെ ടേസ്റ്റ് വരും. ഇന്നലെ രാത്രി ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഷെഫായിരുന്നു. ഇവിടെ ഇത്രയും ഇന്ത്യക്കാരുണ്ടായിട്ട് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഷെഫിനെ കൊണ്ടുവന്നാണ് അവർ പാചകം ചെയ്യിപ്പിക്കുന്നത്. ഷെഫ് മാത്രം വന്നിട്ട് കാര്യമുണ്ടോ? സാധനങ്ങൾ കിട്ടണ്ടേ, ഇൻഗ്രീഡിയൻസ് കിട്ടണ്ടേ, അല്ല അത് യൂസ് ചെയ്യാൻ അറിയണ്ടേ, ഉപയോഗിക്കാൻ അറിയണ്ടേ, അതും കണക്കായിരുന്നു ഫുഡ്. ഇത് ഇവരുടെ സുവ സിറ്റി കൗൺസിലിന്റെ ബിൽഡിംഗ് ആണ്. അതിന്റെ തൊട്ടപ്പുറത്തൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് ഉണ്ടാവും. അത് ആഷ്യാന എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. കൊള്ളാലോ, ആഷ്യാന ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, കറി ഹൗസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൈനീസിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൊള്ളാം, ബിൽഡിംഗ് അടിപൊളിയാണ്. അടിപൊളി ഒരു ബാർബർ ഷോപ്പ്. തലസ്ഥാന നഗരമാണെന്നുണ്ടെങ്കിലും വലിയ തിരക്കും ബഹളവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ലൈക്ക് ഒരു ഡീസൻ്റ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം തോന്നുന്നു. അപ്പുറത്തൊരു മാക്ഡൊണാൾഡ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, അതും അടിപൊളിയാണ്. അതാണ് ഞാൻ പറഞ്ഞ മാക്ഡൊണാൾഡ്സിന്റെ ബിൽഡിംഗ് കണ്ടോ. അതും ഇരിക്കുന്ന ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങിനകത്താണ്. എല്ലാ സിറ്റിയിലും ഒരു മാക്ഡൊണാൾഡ്സ് ഉണ്ടാവും, അത് നിർബന്ധമാണ്. ഇവിടെയും ബ്രോക്കർമാരൊക്കെ സെല്ലിങ്ങും ബൈയിങ്ങും റെന്റിങ്ങും പ്രോപ്പർട്ടി മാനേജ്മെന്റ് പരിപാടികളൊക്കെ ഇത്തരത്തിലാട്ടോ. നമ്മൾ ചൈനയിലും ഹോങ്കോങ്ങിലും പിന്നെ യൂറോപ്പിലൊക്കെ കാണത്തില്ലേ, അതേപോലത്തെ ആ ഒരു സ്റ്റൈല്. റീഗൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിൽഡിംഗ് ഉണ്ടല്ലോ, അതൊക്കെ എത്ര വർഷം പഴക്കമുള്ള കെട്ടിടമായിരിക്കും. ട്രോഫിയൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലേ. ഇത് സ്പോർട്സ് ആൻഡ് അങ്ങനത്തെ ഒരു ഷോപ്പാണ്. കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ അത്ര വലിയ കത്തിയോ അത്ര വലിയ എക്സ്പെൻസീവോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും വളരെ ചീപ്പാണ്. ATM നിരത്തി വെച്ചിരിക്കുന്നില്ല. 1, 2, 3, 4, 5. ഞാൻ ഇവരുടെ ATM നിന്ന് പൈസ വിഡ്രോ ചെയ്തായിരുന്നു. ഏകദേശം ഒരു 500 രൂപ എക്സ്ട്രാ ചാർജസ് വരും. ഈ വോഡഫോണും ഡിജിസെല്ലുമാണ് ഇവിടുത്തെ മെയിൻ ഇന്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ദാതാക്കൾ. ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളാണെന്ന് തോന്നുന്നു, BSP സുവ സെൻട്രൽ എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ശരിക്കും ഇവരുടെ സിറ്റി സെൻട്രലിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റി സെൻറ്റർ ഏരിയയിലൂടെ സംഭവങ്ങളൊക്കെ കൊള്ളാം. അതായത് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ സുവ പ്രോക്ലെയിംഡ് ക്യാപിറ്റൽ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ശിലാഫലകം കാണാം. 1882 ഉണ്ടാക്കിയ ഒരു ഫലകമാണ്. പബ്ലിക് ലാൻഡ് സെയിൽസ് ഓൺ ദി സ്പോട്ട് 1880. ഫിജി ബ്രിട്ടീഷ് ക്രൗൺ കോളനി 10 ഒക്ടോബർ 1874. പിന്നെ ഫസ്റ്റ് മിഷണറീസ് അറൈവ്ഡ് 1835 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു 0J മാർക്സ് മേയർ. അതായത് എനിക്ക് തോന്നുന്നു സിറ്റി സെൻറ്റർ മാർക്കായിരിക്കും ഇത്. ആ ബിൽഡിങ് മൊത്തം വോഡാഫോൺ ആണല്ലോ. എന്ത് ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ സിറ്റി അല്ലേ. ഞാനത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സിറ്റിയിൽ ഇങ്ങനെ പല ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഗോക്കൽസ് ബിൽഡിങ്. സിറ്റിയിൽ ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. കുറച്ച് നേരം നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കിന് അവരിങ്ങനെ ഒരു ആൽത്തറയുടെ ഇത് വേറെന്താ പറയുകയാണ്, മരത്തിൻ്റെ താഴേക്ക് ഇങ്ങനെ വിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില ആൾക്കാർ അവിടെ ഇരിക്കുന്നു, ചില ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. എന്തായാലും ഇറ്റ്സ് നൈസ്. അവിടെ നമുക്കൊരു ചൈന കൾച്ചറൽ സെൻറ്റർ കാണാം. പിന്നെ അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഇവിടെ ചൈനക്കാർ ഇഷ്ടംപോലെ വന്ന് അടിഞ്ഞുകൂടി നല്ല രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിൽഡിങ്ങുകളും പല സംഭവങ്ങളും റിസോർട്ടുകളും അതും ഇതും ഒക്കെ പണിയുന്നുണ്ട്. നല്ല രീതിയിലുള്ള ചൈന ഫണ്ട് ഇവിടെ വരുന്നുണ്ട്. ഗവൺമെൻറ് വാങ്ങുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഉണ്ടാവുമല്ലോ, ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ചൈനക്കാർ ഇവിടെ വരുന്നുണ്ട്. നല്ല ഫണ്ട് പല സ്ഥലത്തും ഞാൻ കണ്ടു. ഒത്തിരി ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് നമ്മൾ ഡൽഹിയിലൊക്കെ ഉള്ള പോലെ തന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷൂ പോളിഷ് ചെയ്ത് തരുന്ന സെറ്റപ്പ്, അതിൻ്റെ സ്ഥലം. ഇങ്ങനെ നടന്ന് വരുമ്പോഴേ ഇവിടെ ഒരു തിയേറ്ററെ, ആ തിയേറ്ററിൻ്റെ മുമ്പിൽ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഞാൻ നിർത്തിയതാണത്. ഏത് പടം അവന്മാർ കാണിക്കുന്നതെന്ന് നോക്കി, കേരള സ്റ്റോറി 2 വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഈ പടമാണ് ഇവന്മാർ ഇവിടെ ഫിജിയിൽ കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്നാ കഴപ്പാന്ന് നോക്കിക്കോണേ ഓരോ പരിപാടികൾ. ശരിക്കും ഈ പേര് എന്തിനാണ് ഇവന്മാർ ഇട്ടത് എനിക്കറിയത്തില്ല. എന്തിനാണ് ഇവന്മാർ ഈ പേരിട്ടതെന്ന് സത്യം പറയാനുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയുള്ള ഓരോ പോക്കൃത്തരം, ഓരോ പരിപാടികൾ. എത്ര അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഇമാതിരി പരിപാടിയൊന്നും കാണിക്കരുത്. ഒരു നാടിൻ്റെ പേര് വെച്ചിട്ട് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളടക്കം നമ്മുടെ നാടിനെ അപമാനിക്കാൻ വേണ്ടി ഇവിടെ ഉള്ള ഒരു ഫിജിക്കാരൻ ഈ പടം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവൻ വിചാരിക്കുന്നത്? ഞാൻ ആലോചിക്കുമായിരുന്നു, എന്നാ പോക്കൃത്തരമാണോ, എന്നാ പരിപാടിയാണോ അല്ലേ കാണിക്കുന്നത്? സത്യം പറഞ്ഞാൽ മൂഡ് പോയി ഗൈസ്. നമ്മുടെ കൊച്ചിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കായൽ ഇവിടെ ഉണ്ട്. കൊച്ചി കായലിൽ ഇഷ്ടംപോലെ മാലിന്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ മാലിന്യങ്ങളൊന്നും കാണുന്നില്ല. കൊതുകുകളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല.
എന്തായാലും ഇതാണ് ഇവരുടെ മാർക്കറ്റ്. 1930 ഹാർബർ ആണെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ആലോചിക്കുമായിരുന്നു ഈ പടം, ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പടമൊക്കെ ഇങ്ങനെ ഈ ഓരോ രാജ്യത്ത് കാണിച്ചിട്ട് നമ്മൾ ഈ ഓരോ നാട്ടിൽ പോയിട്ട് കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും എങ്ങനെയായിരിക്കും ആളുകൾ നമ്മളെ ഡീൽ ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഇത് കണ്ടിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ, കേരളത്തിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കില്ലേ? എനിക്കറിയത്തില്ല എന്ത് പന്ന പരിപാടിയാണ് ഇതൊക്കെ. ശരിക്കും ഇതൊന്നും അംഗീകരിക്കാൻ പാടില്ല. അത് ഭയങ്കര മോശമാണ്. എനിക്കറിയത്തില്ല, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കിനും വിധിയും കാര്യങ്ങളൊക്കെ വന്ന് പടത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കിയിട്ടുണ്ടാകും. പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ പേരിട്ടിട്ട് അതിനകത്ത് കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ ഉള്ളതാണെങ്കിലും അല്ലതാണെങ്കിലും എനിക്കറിയത്തില്ല. ഇത് ഇറ്റ്സ് ടു മച്ച്. Body cam. Cap. Body cam. Oh, this one. Okay, yeah, it's body cam. Body cam. Oh, from overseas. Yeah, I bought it from India. India. Yeah. Yeah, it's good. Yeah, it's good. പുള്ളി എൻ്റെ ബോഡി ക്യാം കണ്ടിട്ട് ഇത് എന്താ പരിപാടി എന്ന് ചോദിക്കുക. ഇത് ഇവിടെ നിന്ന് കിട്ടുന്നതാണോ എന്താ സംഭവം എന്നുള്ളത്. ഇതിലൂടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നോക്കിയാൽ എന്താ ഇത് മറ്റേ ചേമ്പല്ലേ, ചേമ്പിൻ്റെ തണ്ടല്ലേ ഇത്. ഇഷ്ടംപോലെ ചേമ്പും തണ്ട്, പിന്നെ കപ്പയൊക്കെ അവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചേമ്പലൊക്കെ ഇവരുടെ പ്രധാന വിഭവങ്ങളുടെ ഒരു കൂട്ടത്തിൽ പെടുന്ന സാധനങ്ങളാണ് ചേമ്പലയൊക്കെ. നമ്മൾ കരീബിയനിലൊക്കെ പോയപ്പോഴും നമ്മൾ കണ്ടായിരുന്നു. ഐലൻഡുകളിലൊക്കെ ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. പഴം ഇതൊക്കെ ഇവിടുത്തെ ലോക്കലി മെയ്ഡാണ് കേട്ടോ. ഈ പഴം കണ്ടോ, ഇതൊരു പ്രത്യേകതരം പഴമാണല്ലോ. ഇത് വഴുതനങ്ങ പോലിരിക്കുന്ന ഒരു ടൈപ്പ് പഴം, ഭയങ്കര ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി പഴം. നൈസ്. അത് പഴുത്തിരിക്കുന്നു. അത് പിന്നെ അവക്കാടൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊക്കെ ഈ ലോക്കൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഈ കാണുന്നതെല്ലാം. അതാണ് നമുക്ക് ആ ഒരു വ്യത്യസ്തത നമുക്ക് പലതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഈ പഴം എന്തായാലും ഭയങ്കര വെറൈറ്റി ആട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു പഴം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ ഇത്. ശരിക്കും ഇത് ഒരു ഡിഫറെൻറ്റ് പഴം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വഴുതനങ്ങയൊക്കെ പോലെ ഇരിക്കും. കപ്പയാണെങ്കിലും നല്ല ഫ്രഷ് കപ്പ, അടിപൊളി. ആ ചേമ്പ് സാധനങ്ങളൊക്കെ നോക്കി. ചേമ്പൊക്കെ ഇഷ്ടംപോലെ ഇവർ കഴിക്കുന്നതാണ്. മണ്ണിലടിയിലുണ്ടാകുന്ന പല സാധനങ്ങൾ ഇവരുടെ പ്രധാന വിഭവങ്ങളിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇവരുടെ പല കറികളിലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറഞ്ഞ ചേമ്പും ചേമ്പലയും കപ്പയും. പിന്നെ തേങ്ങ ഉപയോഗിക്കും, എല്ലാ സാധനങ്ങളും. എനിക്ക് തോന്നുന്നു നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവർ ഉപയോഗിക്കുമെന്നാണ് എനിക്കിവിടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുവ മുനിസിപ്പൽ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് കണ്ടോ, വാട്ടർ മെലൺ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ചുമന്നിരിക്കുന്നത്. ഇത് മൊത്തം ഇത് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്താ. ഓ മൈ ഗോഡ്, ദിസ് മാർക്കറ്റ് ഈസ് റിയലി ബിഗ്. ഇറ്റ് ഈസ് എ വെരി ബിഗ് മാർക്കറ്റ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് ഈ അരണ്ട വെളിച്ചത്തിൽ ഇതിനകത്തിരുന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളെയൊക്കെ ശരിക്കും സമ്മതിക്കണം. ഓ കാന്താരി നോക്കൂ ഗൈസ്, കാന്താരി എത്ര വിലയുള്ള എത്ര രൂപയുടെ കാന്താരി കിടക്കുന്നതൊക്കെ. കാന്താരി മാത്രമല്ല, നമ്മുടെ കരീബിയൻ മുളകും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും പല സാധനങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഒരു റീസണബിൾ $1 $2 ആ റേഞ്ചിലൊക്കെയാണ് പ്രൈസ്. തേങ്ങ പൊതിച്ച് വെച്ചിരിക്കുന്നു. ഒരു തേങ്ങയ്ക്ക് $2 എന്ന് പറയുമ്പോൾ 80 രൂപ. അതാണ് ഒരു തേങ്ങയുടെ വില. പിന്നെ കപ്പ ഒക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട, കപ്പ പുഴുങ്ങി വെച്ചിരിക്കുന്നു, ചേമ്പ് പുഴുങ്ങി വെച്ചിരിക്കുന്നു. ഇങ്ങനെ പുഴുങ്ങി വെച്ചതും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ പല വിലയുടെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെറുതും വലുതും എനിക്ക് തോന്നുന്നു വലുപ്പത്തിനനുസരിച്ചാണെന്ന് തോന്നുന്നു. ഇവിടെ പുറത്ത് ഒത്തിരി ആൾക്കാരിരിപ്പുണ്ട്, റോഡ് സൈഡിലും എല്ലായിടത്തും ആൾക്കാരിരിപ്പുണ്ട്. ഈ മാർക്കറ്റിൻ്റെ മെയിൻ ഒരു പരിസര പ്രദേശമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലാണ് കേട്ടോ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. മാർക്കറ്റിലെ പോലീസ് ഔട്ട് പോസ്റ്റ് ആണ് ഈ കാണുന്നത്, പോലീസ് സ്റ്റേഷൻ. മാർക്കറ്റിനോട് ചേർന്ന് നല്ല അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കി വെക്കുന്ന സ്ഥലം നോക്കി, അടിപൊളി. ഇത് നോക്കി സെറ്റപ്പ് ആണേത്, നൈസ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വയറിളകും ഉറപ്പാ. എന്താ പരിപാടി? വാട്ട് ഈസ് ദിസ്? ഓക്കെ, ഹൗ മച്ച്? 50 cents, $1. സ്മോൾ വൺ. One star? യാ, കുടിച്ചു നോക്കാം. ഓക്കെ, 50 സെറ്റേ ഉള്ളൂ. എന്നാ പരിപാടി എന്നറിയില്ല, നോക്കട്ടെ. താങ്ക് യു. കൊള്ളാലോ, 50 സെന്റ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഫുഡും ഉണ്ട്, റൊട്ടി എഗ്ഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ടൈപ്പ് ഫുഡും പരിപാടികളും അങ്ങനെ സെറ്റപ്പ് എല്ലാം കൂടെ ഉള്ള ഒരു ഏരിയ ആണ് ബസ് സ്റ്റാൻഡിനടുത്ത്. ഞാനത് കുടിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ കുടിച്ച്, കളറാണ്, സാരമില്ല, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് എഴുതി കുടിച്ചതാണ്. ആ മാർക്കറ്റിനോട് ചേർന്ന് തന്നെ ഇവരുടെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ലോക്കൽ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ലോക്കൽ ബസ്സുകളാണ് വരുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരം അതൊക്കെയാണിത്. ഇവരുടെ എല്ലാം കളർഫുള്ളാണ്. ബസ്സുകളാണെങ്കിലും എല്ലാം ഒരു വിൻറ്റേജ് ടൈപ്പ് ആ ഒരു ബസ്സുകളാണ്. ഓരോ നാട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബസ്സുകൾ ഈ ഒരു ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് കാണുന്നത്. നമ്മൾ കരീബിയനിൽ പോയപ്പോൾ പോലും ഇങ്ങനെയുള്ള ബസ്സുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ശ്രീലങ്കയിലുണ്ട് ബസ്സുകൾ നമുക്ക്. അത് കുറച്ച് എന്താ പറയുക,
നമ്മുടെ നാട്ടിലെ അശോക് ലേലൻഡിൻ്റെ വണ്ടികളാണ്. പക്ഷേ ഇതുപോലെയുള്ള ബസ്സുകൾ ദിസ് ഇസ് ഡിഫറെൻറ്റ്. ഇതൊന്നും നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഇതുപോലുള്ള രാജ്യത്ത് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കിനും ഇങ്ങനെയുള്ള ബസ്സുകളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഒരു മിക്സഡ് പോപ്പുലേഷൻ കാണാം നമുക്ക്. ഇന്ത്യക്കാരും പിന്നെ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ഫിജിയൻസും അങ്ങനെ പിന്നെ കുറേ എക്സ്പാറ്റ്സ് ആയിട്ടുള്ള ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അങ്ങനത്തെ ഒരു മിക്സഡ് പോപ്പുലേഷൻ കാണാം ഇവിടെ. ഓക്കെ, മുന്നിൽ ഒരു സ്ഥലത്ത് പോവാം. ഹായ്, ഹലോ ബ്രദർ. So I wanted to go to this place. You know that? Oh, yeah. Near to that park. Are you from Suva? Oh, okay, nice. Nice to see with you. What's your name? Pete. Huh? Pete. Patti. Yeah, Pete. Pete. Yeah, Pete. Pete. Pigeon name, eh? Oh, so you're Fijian? Yeah. Ah, okay. I'm from India. I'm coming from India. Oh, yeah. Yeah, you have a lot of Indians here, right? Yes, yes. Okay. A lot of Indian friends too here. Ah, okay. Even family. Oh, yeah. So do you speak Hindi? Just understand a little bit. You can understand a little bit. Okay, so now not everyone here speaks Hindi. Yeah, no. Ah. Yeah, but some here speak Hindi. Okay, but everybody knows English. Everybody knows English. Yeah. Oh, okay, that's nice. Okay. So how long you'll be here? I'm in Fiji for 1 week. I'm leaving today. I'm leaving Suva today. Oh, yeah. Yeah, I'm going towards what is the name? Right now? Rakiraki. Yeah, Oh, Rakiraki. Rakiraki. Yeah, I'm going to Rakiraki now. Yeah, is that good? There's a lot of Indians here. A lot of Indians there. Oh, okay, I think the Indians are living mostly in that area, right? Yes. Nandi. Yeah. There's 22 years ago. Okay. Yeah, it's nice. Nice. Like we're here, all families, families, friends. Uh-huh. In Fiji. Okay. Kind of known because Indians are born here. Some we are kind of born together. Yeah, it's all like that. Yeah, the culture is mixed culture, Yeah. right? Okay. It's like only Fijian and Indians here. Oh, yeah. We both- Yeah, only Fijians and Indians. Okay. ഞാനേ ഇവിടെ കാറ് പാർക്കിങ്ങിലിട്ടിട്ട് ഒരു കിലോമീറ്ററോളം നടന്നു പോയിട്ട് തിരിച്ച് ഞാൻ ടാക്സി എടുത്ത് വന്നു. സമയം കളയണ്ടെന്ന് ഓർത്തുകൊണ്ട് $2.5 എൻ്റെ ആകെ വാങ്ങിച്ചത് ടാക്സിക്കാരൻ. ഇത് നാൻഡിയിലാണെങ്കിൽ $10 വാങ്ങിക്കും. അവർ ടൂറിസ്റ്റുകളെ പിഴിയും. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്താണ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മനോഭാവമാണെന്ന് തോന്നുന്നു അല്ലേ ഈ ആൾക്കാരെ പിഴിയുക എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇയാളൊരു പാവം ചേട്ടനാണ്. $2.5 ഞാനൊരു $10 വാങ്ങുമെന്ന് പ്രതീക്ഷിച്ചു. $2.5 വാങ്ങിച്ചോളൂ എൻ്റെ അടുത്ത് നിന്ന്. ഞാനിനി റാക്കി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 150 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂറാണ് കാണിക്കുന്നത്. 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് സമയം രാവിലെ 11:30 മണിയായി. എന്താവോ ലെറ്റ്സ് ഗോ. സുവ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സിറ്റി ആയിരുന്നു. സുബയിൽ നമ്മൾ വീണ്ടും വിട്ടു. നമ്മൾ ഇനിയിപ്പോൾ കടൽ തീരത്തുള്ളല്ല, ഒരു ഹില്ലി ടെറൈൻ വഴികളിലൂടെയാണ് നമ്മൾ അടുത്ത ഒരു 150 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ നദിയുടെ പേര് റീവ റിവർ എന്നാണ്. റീവ എന്നൊക്കെ പറയുന്ന ഒരു ഇന്ത്യൻ നെയിമാണ്. ഞാൻ സുബേന്ന് വിട്ടിട്ടേ ഒരു 50 കിലോമീറ്ററിന് മേലെ കഴിഞ്ഞു. ഇപ്പോൾ ഏതൊരു ഗ്രാമത്തിലാണ്, ഇങ്ങനെ വിജനമായ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ അമ്പലങ്ങൾ കാണാം. മലമുകളിലും ബാക്കിയുള്ള സ്ഥലത്തും ഫുള്ള് കാണുന്ന എല്ലാ ഇന്ത്യൻ പേരുകളും കടകളുടെ പേരാണെങ്കിലും എല്ലാം ഒരു ഇന്ത്യ എല്ലാം എവറിത്തിങ് ഇന്ത്യൻ ടച്ച്. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തരട്ടെ. എൻ്റെ പൊന്നു, ഭയങ്കര സീനിക്കായിട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നിയപ്പോഴത്തേക്കിന് ഞാനൊന്ന് വണ്ടി നിർത്തിയാണേ. ഞാൻ ഡ്രോണൊന്ന് പറത്തി. ഒരു രക്ഷയില്ല. അതായത് അങ്ങ് ദൂരെ മലകളാണ്. ഈ രാജ്യത്തിന്റെ പകുതി ഭാഗവും, അതായത് നടുഭാഗം മൊത്തം മലയാണ്. അറ്റം മാത്രമേ ഉള്ളൂ കടല്. ബാക്കി എല്ലായിടത്തും മൊത്തത്തിൽ മലകളാണ്. അപ്പൊ അങ്ങനെ ആ മലകളും പിന്നെ ഈ പറഞ്ഞ പോലെ മൊട്ടക്കുന്ന് പോലത്തെ പ്രദേശങ്ങളും ഒക്കെ ആയിട്ട് എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ശരിക്കും നമ്മുടെ ഇടുക്കിയും വയനാടും ഒക്കെ ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിലും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പോഴും ഇവര് ബീച്ച് ടൂറിസം മാത്രമാണ് ഇവരുടെ ഈ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ബീച്ചിനോടനുബന്ധിച്ചുള്ള ആ ഒരു പ്രധാനപ്പെട്ട ടൂറിസം മാത്രമാണ്. ഇത്രയധികം സോഴ്സസും ഇത്രയധികം ബ്യൂട്ടി ഉണ്ടായിട്ടും പലതും ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഒട്ടേറെ ടൂറിസം സാധ്യതകളുള്ള ഒരു രാജ്യം കൂടിയാണ്. പക്ഷേ അവർക്ക് ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട്. ഒന്നാമത് ജനങ്ങൾ കുറവല്ലേ, 10 ലക്ഷം ആളുകൾ പോലും ഇല്ലല്ലോ ഈ ഒരു ചെറിയ രാജ്യത്ത്. അപ്പോൾ എന്തായാലും അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് എന്തായാലും അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. എന്തായാലും ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. സോ ഐ തോട്ട് ഓഫ് ഷോയിങ് യു ഗൈസ് ദാറ്റ് മല ആൻഡ് കുന്ന്. പിന്നെ ആ കുന്നിൻ്റെ മലയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണിതിട്ടിരിക്കുന്ന റോഡ്. ഇന്നലെ നമ്മൾ അതിൽ നിന്ന് സുഖം വന്ന പോലത്തെ റോഡല്ല. ഇറ്റ്സ് റിയലി നൈസ്. നല്ല റോഡുകൾ, ഹില്ലി റോഡ്സ് ആർ റിയലി ഗുഡ്. നമ്മളിങ്ങനെ ഓരോ ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഗ്രാമങ്ങളിലെ വീടുകൾക്കൊന്നും കഥകൊന്നുമില്ല. എല്ലാം ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്, എല്ലാം തുറന്നിട്ടിരിക്കുക.
എല്ലാ വീടുകളും നിങ്ങൾ നോക്കി ഉണ്ടോ, എല്ലാ കഥകളും തുറന്നിട്ടിരിക്കുകയാണ്. പകൽ എനിക്ക് തോന്നുന്നു ഇവര് അടയ്ക്കാറില്ലെന്ന് തോന്നുന്നു. എല്ലാ ഗ്രാമങ്ങളിലും ഞാൻ ഇങ്ങനെ കുറെ നേരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാ ഡോറും തുറന്നായിട്ടിരിക്കുന്നത് കണ്ടോ നോക്കി. കുറെ നേരത്തിന് ശേഷം ഞാൻ ഒരു കട കണ്ടു. ഈ 2-3 ഗ്രാമങ്ങൾക്ക് കൂടെ ചേർന്ന് ഒരു വലിയ സ്കൂൾ ഉണ്ടാവും. പിന്നെ മിക്ക ഗ്രാമങ്ങളിലും പള്ളിയോ അമ്പലങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അവിടുത്തെ രീതികളെന്ന് പറയുന്നത്. പള്ളി ഉണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി ഫിജിയൻസ് ആയിരിക്കും. അമ്പലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ആളുകളുടെ സ്ഥലമായിരിക്കും. എല്ലാ വീടുകളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തുറന്നു കിടക്കാം വീടുകളൊക്കെ. വീടിന് മുമ്പിൽ എന്തോ പനയൊക്കെ ഉണക്കാൻ ഇട്ടിരിക്കുന്നു. പിന്നെ തുണി പന എല്ലാം ഉണക്കാൻ ഇട്ടിരിക്കുകയാണ് അവര്. അടിപൊളി വീടുകളാട്ടോ എല്ലാം. ഭയങ്കര രസമുള്ള ഭയങ്കര ഭംഗിയുള്ളൊരു സീനിക് ഡ്രൈവ്. ഇപ്പൊ ആ വില്ലേജ് കഴിഞ്ഞു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു 5-10 കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത വില്ലേജ് വരും. ഓരോ വില്ലേജ് എത്തുമ്പോഴും നമുക്ക് സ്പീഡ് കുറച്ച് 50 ആക്കണം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 80-ൽ പോവാം. 80 ആണ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കണ്ട അടുത്തൊരു ഗ്രാമം. ഇവിടെ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്. പിന്നെ എന്തോ 1-2 ഗവൺമെൻറ് ഓഫീസുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മുമ്പിലൊരു ബസ് സ്റ്റോപ്പ്, പിന്നെ ഇവിടെ ഒരു കട, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സ്കൂള്. അപ്പം ഈ 2-3 ഗ്രാമങ്ങൾക്ക് ചേർന്നതായിരിക്കും ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. എന്താ പറയുക, അറേഞ്ച്ഡ് ആണ് കാര്യങ്ങളൊക്കെ. ഇവിടെ മറ്റേ ആ പഴത്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പഴം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചില്ലേ, അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലായിടത്തും. അത് വെറുതെ കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഭയങ്കര അടുപ്പിച്ചടിച്ച് ഓരോ വില്ലേജിനും പേരും ഉണ്ട്. മനസ്സിലായി, എല്ലാ വില്ലേജിനും പേരുണ്ട്. അവർക്ക് എല്ലാ വില്ലേജിനും അവർക്ക് അവരുടേതായിട്ടുള്ള കസ്റ്റം ഉണ്ട്, ട്രഡീഷൻസ് ഉണ്ട്. പിന്നെ അവരുടെ വില്ലേജിലെ മൂപ്പനുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും അതങ്ങനെയാണ്. വില്ലേജ് മൂപ്പനല്ല, വില്ലേജ് ഹെഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. അവിടേക്ക് എത്തുമ്പോഴത്തേക്കിനും വീടുകളെല്ലാം സെയിം ടൈപ്പ് വീട്, എല്ലാം ഒരേ രീതി. അങ്ങനെ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ ഏകദേശം 40 കിലോമീറ്റർ ദൂരം ഇനിയുണ്ട്. അപ്പോൾ എത്തിയപ്പോഴത്തേക്കിനും ഒരു സ്ഥലം, ഇതൊരു ചെറിയ സ്ഥലം. ഇവിടെ ഒരു പമ്പുണ്ട്. നമ്മൾ ഈ ഓസ്ട്രേലിയയുടെ ഔട്ട് ബാക്ക് ടൗണിലുള്ള കാണുന്ന പോലെ തന്നെ ഒരു പമ്പുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതോ ഒരു പൈസക്കാരന് ഇവിടെ ഒരു ബിൽഡിംഗ് പണിതു, ഇവിടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് പണിതു. പിന്നെ ഇവിടെ ഒരു ഫുഡ് ഡിലൈറ്റ് ബേക്കറി. ഈ കുഗ്രാമത്തിൽ ഈ കടയിൽ ഇവിടെ ഇല്ലാത്ത മെനു ഒന്നുമില്ല, എല്ലാം ഇന്ത്യൻ ഫുഡാണ്. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിജിക്കാരുടെ ഫുഡായിട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. എല്ലാം ഇന്ത്യൻ ഫുഡാണ്. ഞാൻ ഇത് താമസിക്കേണ്ട റൂം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് എനിക്ക് എൻ്റെ ഫിഷ് കറി മീൽസ് വന്നത്. ഇത് ഫിഷ് തന്നെയാണോ ചിക്കനായിരുന്നു? ഞാൻ ആദ്യം ചിക്കൻ പറഞ്ഞു, പിന്നെ ഫിഷ് പറഞ്ഞായിരുന്നു. എന്താണെങ്കിലും ചിക്കനാണല്ലോ ഫിഷാണല്ലോ എന്താ കാട്ടെ. ആ സാധനം വന്നിരിക്കുന്നത് ചോറ്, ചപ്പാത്തി, പരിപ്പ് കറി, പപ്പടം. ഫിഷാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ, കഴിച്ചോട്ടെ. ഇത് ചിക്കനാണ്. ഞാൻ ചിക്കനാണെന്ന് തോന്നുന്നു പറഞ്ഞത്. യെസ്, ചിക്കൻ കറി മീൽസ്. അത് ചിക്കനാണോ ഫിഷാണെന്ന് മനസ്സിലാവുന്നില്ല കഴിച്ചു നോക്കിയിട്ട്. അവരിപ്പോൾ എന്തോ ഉണ്ടാക്കിക്കൊണ്ട് തന്നാ. രുചിയുണ്ട് കേട്ടോ. ഞാൻ ഫിജി വന്നിട്ട് കഴിച്ചതിൽ ഏറ്റവും നല്ല ഫുഡ്. ചോറൊഴികെ ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയും ടേസ്റ്റൊക്കെ ഇതൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ഭക്ഷണം നല്ലായിരുന്നു എന്ന് അവരോട് പറഞ്ഞപ്പം അവർക്ക് സന്തോഷമായി. അങ്ങനെയാ, ഭക്ഷണം നല്ലതെന്ന് പറയണം, ഉള്ളിലൊന്നും പറയണം. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ട്. നൈസ് ഫുഡ്. എനിക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ ഫിജി വന്നിട്ട് എനിക്കൊരു ഫിജി അന്ന് തോന്നിയിട്ടില്ല. ഞാൻ വല്ല ബീഹാറിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എവിടെയൊക്കെയോ ട്രാവൽ ചെയ്യുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ബേസിക്കലി തോന്നിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിലും നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല കടലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ആകെ. പിന്നെ കുറച്ച് ഇടയ്ക്ക് ഈ ഫിജിയൻസിനെ കാണുമ്പോഴാണ്, ഇവിടുത്തെ കാണുമ്പോഴാണ് ഇത് ഫിജി ആണല്ലോ എന്ന് ഓർമ്മ വരുന്നത്. ബാക്കി മൊത്തം ഭക്ഷണമാണെങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പാട്ട് മൊത്തം ഹിന്ദി പാട്ടുകൾ, ഭക്ഷണം ഇന്ത്യൻ ഫുഡ്. പിന്നെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കാരെ പോലിരിക്കുന്ന ആൾക്കാർ. ഇങ്ങനെയാണ് ഇവിടെ, ഈ രാജ്യം ഇങ്ങനെയാണ്. വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്? ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു, 1/2 മണിക്കൂറിൽ അവിടെ എത്തും. റാക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇതൊന്നും അങ്ങനെ റെഗുലർ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമൊന്നുമല്ല, ടൂറിസ്റ്റ് പ്ലേസേ അല്ല. നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഈ ഗ്രാമങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകണം. അങ്ങനെ നമ്മൾ മലയൊക്കെ വെട്ടിത്തുരന്ന് അപ്പുറത്ത് നമ്മളത് ഇവിടെ കടൽ തീരം എത്തിയിരിക്കുകയാണ്. കടൽ തീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിഫ് പോലത്തെ സ്ഥലമാണ്. ക്ലിഫ് എന്ന് പറയാൻ ബേ ക്ലിഫ് അങ്ങനത്തെ സ്ഥലമാണ്. ഇതുപോലത്തെ ഏതോ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇന്ന് തെങ്ങും കപ്പയും എല്ലാം ഇതെന്നെ. തെങ്ങ്, കപ്പ, മാവ്, ചക്ക ഞാൻ കണ്ടില്ല, ബാക്കിയെല്ലാം ഉണ്ട് ഇവിടെ. ഞാനേ ഇവിടെ നൈസായിട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഒന്ന് ഡ്രോൺ ഒന്ന് പറത്താന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ചുറ്റിനും മലകളായിരുന്നു ഇത്ര നേരം. ആ മലകൾ ഇറങ്ങി നമ്മൾ വന്നപ്പോഴത്തേക്കിനും അവിടെ താഴെ കൃഷി സ്ഥലങ്ങള്, തെങ്ങും തോപ്പുകള്, അങ്ങനെ പല സ്ഥലങ്ങള്. ഇതിങ്ങനെ കടൽ ഇങ്ങനെ കയറി കിടക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള
ഒരു ബേ ഒക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രകൃതി, ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം ഭംഗി കേട്ടോ, നല്ല കിടിലം കാഴ്ചകൾ, നല്ല എന്തോരം കൃഷിസ്ഥലങ്ങളുണ്ടെന്ന് അറിയാം ഇവിടെ. ഇഷ്ടം പോലെ കൃഷിസ്ഥലങ്ങളും ഉണ്ട്. ആ തെങ്ങിൻ തോപ്പിന്റെ അവിടെ നിന്ന് നോക്കുമ്പം ഇത് കടലാന്ന് പറയത്തേ ഇല്ല, ഇത് കായലാന്നേ പറയുള്ളൂ. ഭയങ്കര രസമായിരുന്നു കേട്ടോ അത്. ഞാനത് ശരിക്കും, കാരണം കടലിന്റെ ആ ഒരു തിരയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, കാരണം കടൽ കയറി കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അവിടെ അങ്ങനെ തിരയോ കാര്യങ്ങളൊന്നും ഇല്ല, ശരിക്കും ഒരു കായൽ പോലെ. ആ വീട് ഞാൻ നോക്കുമായിരുന്നു, ആ വീട്, അവരുടെ ആ ഒരു കൃഷിസ്ഥലം, പിന്നെ അവർക്ക് അവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്ത് ഭംഗിയല്ലേ. പക്ഷെ ലൈക്ക് ഇതൊക്കെ പക്ക ഇന്റീരിയർ റിമോട്ട് വില്ലേജസ് ആണ്. അപ്പോൾ ആ ഒരു വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഇത് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നത്. സ്കൂൾ വിട്ടിട്ട് പിള്ളേരെല്ലാം കൂടെ ബസ്സിൽ കയറാൻ വേണ്ടി പോകുന്നത്, അല്ല പിള്ളേരെ ഡ്രോപ്പ് ചെയ്തിട്ട് ബസ് പോവാണ്. സ്കൂൾ ബസ് നമ്മളിങ്ങനെ കടൽ തീരത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര രസകരമായിട്ടാണ്. ആ ചെറിയ ബീച്ചൊക്കെ ഉണ്ട്, വൈറ്റ് സാൻഡ് ബീച്ച് ഉണ്ട് അവിടെ. പിന്നെ ആ തെങ്ങൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിരുന്ന് ഗാർഡനിങ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ നിൽക്കുന്ന തെങ്ങുകൾ. ഇത് ഇവിടെ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ടല്ലോ, നോക്കി ബസ് കാത്തിരിക്കുകയാണ്. അവർ ബസ് കാത്തിരിക്കുകയാണ്. അവരവിടെ അവരുടെ ടീച്ചറാണെന്ന് തോന്നുന്നു, വടിയൊക്കെ പിടിച്ച് അവരവിടെ പിള്ളേരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. എല്ലാവരും കൈമൊക്കെ കാണിക്കുന്നുണ്ട്. ബസ് വന്ന് അടിപൊളി. ഇത് വത്തുക്കോല എക്സ്പ്രസ്.